ഹലോ ഫ്രണ്ട്സ്, ഇത് എൻ്റെ ഒരു പഴയ ചുരിദാറാണ്. എനിക്ക് ഈ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു ഡിസൈനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനും ഒക്കെ. അപ്പം ഇത് കളയാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊരു തീരുമാനത്തിലായി. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചൊരു ബാഗ് ഉണ്ടാക്കാമെന്ന്. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ചുരിദാർ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ നല്ല വശം അകത്ത് ആക്കി നമ്മൾ തുണി സാധാ മറിച്ചിടുന്ന പോലെ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇതാക്കണ്ടില്ലേ. ഇപ്പോൾ ഇങ്ങനെ ഒന്ന് നിവർത്തിയിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തു. ഇത് നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ, ഏറ്റവും താഴ്വശം. അപ്പം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തു. ഇതിൻ്റെ ഇത് വെച്ചിട്ട് നമ്മളൊരു ബാഗാണ് തയ്ക്കുന്നത്. അപ്പോൾ ബാഗ് തയ്ക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് താഴ്വശം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. അത് ആ സ്ലിറ്റൊക്കെ ഇച്ചിരി കയറി ഇറങ്ങി നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് ചെറിയ വലിവ് വരത്തില്ല, അതുകൊണ്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് അവിടെ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തി കൊടുക്കണം. നമ്മൾ ഈ ഒരു ബാഗിന് ടോട്ടൽ ലെങ്ത്ത് എടുക്കുന്നത് 16 ഇഞ്ച്, ആ ഒരു നീളം വീതി എടുക്കുന്നത്. അപ്പം നമ്മൾ 8 ഇഞ്ച് ഇവിടെ ഇപ്പോൾ വീതി നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അപ്പം 8 8 16 നിവർക്കുമ്പോൾ ആ ഒരു വീതി നമുക്ക് താഴെ കിട്ടും. ആ ഒരു 8 ഇഞ്ച് നമ്മൾ മുകളിലോട്ടും കൂടെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചെടുക്കാനായിട്ട്. ഈ 8 ഇഞ്ചിനകത്ത് തന്നെ 1 ഇഞ്ചോളം നമുക്ക് തയ്യൽ തുമ്പ് നമ്മൾ അടിച്ചെടുക്കുമല്ലോ, അപ്പോൾ അതിനായിട്ട് പോകുന്നതാണ്. അപ്പം മൊത്തത്തിലാണ് 8 ഇഞ്ച് നമ്മൾ എടുത്തത്. അതൊന്ന് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാഗിൻ്റെ നീളം എത്രയാണെന്ന് വെച്ചാൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ നീളമായിട്ട് ഈ ബാഗിന് എടുക്കുന്നത് 18 ഇഞ്ചാണ്. നമ്മുടെ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട്, അതായത് 1 ഇഞ്ചോളം നമ്മുടെ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 18 ഇഞ്ചാണ് നീളം എടുക്കുന്നത്. അപ്പം അത് താഴ്ന്ന് നമ്മുടെ മാർക്ക് ചെയ്ത വരയില്ലേ, അവിടുന്ന് മുകളിലോട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 18 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത പോലെ തന്നെ ആ ഒരു സൈഡിലും ഒന്ന് 18 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ മടക്കിയൊക്കെ അടിക്കുമ്പോഴത്തേക്കിന് 1 ഇഞ്ചോളം നമുക്ക് കയറിപ്പോകുമല്ലോ, അതോടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 18 ഇഞ്ച് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈസി ആയിട്ട് കേട്ടോ ഈ ഒരു ബാഗ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ബാഗിനായിട്ട് നമുക്ക് കട്ടിങ്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിന് 2 വള്ളിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ പയ്യെ കട്ട് ചെയ്യുവാണ്. നമ്മുടെ 2 പീസും ഉണ്ട് കേട്ടോ, സ്ലിറ്റിൻ്റെ, അതായത് നമ്മുടെ ഫ്രണ്ടും ബാക്കും കൂടെ ഉള്ള ഭാഗമാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 സൈഡ്, ബാഗിൻ്റെ 2 സൈഡും നമുക്കിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കിട്ടും. ഇപ്പോൾ നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നമ്മുടെ 2 പീസ്. അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ പകുതി പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് വള്ളി തയ്ക്കാനായിട്ട് നമുക്കിതുപോലെ മിച്ചം, ആ ഒരു ചുരിദാറിൻ്റെ മിച്ചം നമ്മളിതുപോലെ എടുത്തു. എന്നിട്ട് നമ്മൾ വള്ളിക്ക് നീളം കൊടുക്കുന്നത് 18 ഇഞ്ചാണ്. നമ്മുടെ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് നമ്മൾ 18 ഇഞ്ചാണ് വള്ളിക്ക് നീളം കൊടുക്കുന്നത്. അപ്പം അത് 9 ഇഞ്ച്, അതിൻ്റെ പകുതി 9 ഇഞ്ച് നമ്മളിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. നമുക്ക് വള്ളി നമ്മുടെ ഇഷ്ടത്തിന് എത്ര നീളം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ 9 ഇഞ്ച്, അതായത് മൊത്തം 18 ഇഞ്ച് എടുക്കുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് വീതിയായിട്ട് വള്ളി ഒന്ന് മടക്കി അടിക്കുന്നതിൻ്റെ വീതിയായിട്ട് 3 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. നമുക്കത് 4 ഇഞ്ച് വേണേലും എടുക്കാം. കുറച്ചുകൂടെ വീതിയൊക്കെ വേണമെന്നുള്ളതാണെങ്കിൽ നമുക്ക് 4 ഇഞ്ച് എടുക്കാം. ഞാനിവിടെ 3 ഇഞ്ച് വീതിയാണ് കൊടുക്കുന്നത്. വള്ളിയുടെ നീളം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു ടോട്ട് ബാഗിൻ്റെ ഒക്കെ രീതിയിൽ 9 ഇഞ്ച്, അത് മീൻസ് 18 ഇഞ്ച് നീളമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ അതൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതും കൂടെ കട്ട് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ ബാഗിന് വേണ്ടിയിട്ടുള്ള വള്ളിയും റെഡിയായി, ബാഗും റെഡിയായി. ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് തയ്ച്ചാൽ മതി. ഇപ്പോൾ ഇതൊരു ചുരിദാർ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചെറിയ അടിപ്പുണ്ടായിരുന്നു കേട്ടോ. ആ അടിപ്പ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് 2 പീസും. ഇനി നമുക്ക് ആദ്യം തന്നെ വള്ളി അടിച്ചെടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വശം എന്ന് പറയുന്നത് ചീത്തവശമാണ്. ഈ ചീത്തവശത്തേക്ക് നമ്മുടെ നല്ല വശം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. 2 സൈഡും സെൻറ്ററിലോട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തു. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒരറ്റത്തിൽ നിന്ന് അങ്ങേ അറ്റം വരെ നമുക്ക് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ നമ്മുടെ 2 പീസും 2 വള്ളിയും അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി നമുക്കിത് വെച്ച് കൊടുക്കണം. അതിനായിട്ട് നമ്മുടെ തുണി, നമ്മുടെ ബാഗിൻ്റെ തുണി ഇതുപോലെ ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പം ചീത്തവശത്താണ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സെൻറ്റർ മാർക്ക് ചെയ്തു. ഇനി നമുക്കിതൊന്ന് നിവർത്തിയിട്ട് കൊടുക്കാം. എന്നിട്ട് ആ സെൻറ്റർ, ഇപ്പം നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്തില്ലേ, അതൊന്നുകൂടെ ഒന്ന് കടുപ്പിച്ച് നീളത്തിൽ വരച്ചു കൊടുത്തു.
ഇനി ആ വരച്ചതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമുക്ക് 2.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് വരയ്ക്കണം. നമ്മുടെ ബാഗിൻ്റെ ആ ഒരു വള്ളി ഹാൻഡിൽ വെച്ച് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ 2.5 ഇഞ്ച് ഇതാ ഒരു സൈഡിലും വരച്ചു. ഇപ്പുറത്തെ സൈഡിലോട്ടും നമുക്ക് 2.5 ഇഞ്ച്, അതായത് മൊത്തം 5 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ആ ഒരു ബാഗിൻ്റെ വള്ളി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ഇപ്പം നമ്മുടെ വള്ളി ഇതാ ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ആ ഒരു വള്ളി ഇതാ ഈ ഒരു വരയുടെ, അതായത് ആ ഒരു 5 ഇഞ്ചിൻ്റെ വരച്ചേക്കുന്നതിൻ്റെ വരയുടെ ഇപ്പുറത്തേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് മടക്കുക, ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് മടക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു അറ്റത്തിൽ നിന്ന് ഒരു പകുതി വരെ, ആ ഒരു നമ്മുടെ മിഡ് പോയിൻ്റ് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, ആ ഒരു പകുതി വരെയും ഒന്ന് അടിച്ചെടുക്കുക. അപ്പം ഞാൻ ദാ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പകുതി വരെയും അടിച്ചു. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് ഈ വള്ളി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒന്ന് ഈ ഒരു സൈഡിലും ഇതുപോലെ തുറന്നു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. വെച്ചിട്ട് ആ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒന്ന് ഫോൾഡ് ചെയ്തു. പിന്നെ അതിന് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അടിച്ചെടുക്കണം ബാക്കി. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. നമ്മൾ വള്ളി ഇതുപോലെ അടിച്ചിട്ട് ഇങ്ങനെ ക്രോസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വള്ളി മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ക്രോസ് സ്റ്റിച്ച് വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ല പിടുത്തമായിട്ട് ആ ഒരു വള്ളി ഇരിക്കാനായിട്ടാണ്. അങ്ങനെ നമ്മുടെ 2 സൈഡിലും, അതായത് 2 പീസസിലും നമ്മൾ ഇതുപോലെ വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൂട്ടിയടിക്കണം. അതിനായിട്ട് ഇതുപോലെ നല്ല വശമാണ് ഇപ്പോൾ ആ ഒരു തുണിയുടെ കാണുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. 2 നല്ല വശവും ഒരുപോലെ കൂട്ടിമുട്ടി വെക്കണം. ഇതുപോലെ 2 നല്ല വശവും ഒരുമിച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് ഒന്ന് ജസ്റ്റ് ഒരുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് താഴെ വരെ, ഒരു സൈഡിൽ നിന്ന്, അത് ഏതെങ്കിലും ഒരു സൈഡ്, ലെഫ്റ്റോ റൈറ്റോ ഒരു സൈഡിൽ നിന്ന് താഴെ വരെ നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഈ താഴെ വരെ മാത്രം ഒന്ന് അടിക്കാം. ഇപ്പം ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സിബ് വെച്ച് കൊടുക്കണം. നമ്മുടെ ആ ഒരു വള്ളി വെച്ചെടുത്തേക്ക് സിബ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് നമ്മളിപ്പം ഇതുപോലെ ഒരു സിബ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പോൾ എടുത്തേക്കുന്നത് ഇൻവിസിബിൾ സിബായിരുന്നു. എൻ്റെ ഈ സാധാ സിബ് കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് ഇൻവിസിബിൾ സിബാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. നല്ലൊരു സിബായിരുന്നു കിട്ടിയത് കേട്ടോ. അതൊന്ന് നമുക്ക് ഈ ഒരു ബാഗിൽ വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുത്തു. നമ്മുടെ നല്ല വശമാണ് ഇപ്പം ഈ കാണുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സിബ് ഇങ്ങനെയാണ് ഓപ്പണിങ് വരേണ്ടത്. അതായത് ഈ ഒരു അറ്റം, ക്ലോസ് ആയിട്ടുള്ള അറ്റം നമ്മളിപ്പോൾ ഈ കൂട്ടി അടിച്ചിടത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു തുറക്കുന്ന ഭാഗം, സിബ് ഇങ്ങനെ തുറക്കത്തില്ലേ, ആ ഒരു ഭാഗം നമ്മൾ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗത്തേക്ക് വെച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇതുപോലെ ഒരു പീസ് നമ്മുടെ ആ സിബിൻ്റെ ഒരു പീസ് നമ്മുടെ ഒരു ബാഗിൻ്റെ ഒരു തുണിയിലെ പീസിലേക്കും മറ്റേ അറ്റം മറ്റേ പീസിലേക്കും നമ്മൾ വെച്ച് കൊടുത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ നമ്മളിപ്പം ചീത്തവശമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു സിബിൻ്റെ നല്ല വശം നമ്മുടെ ഈ ഒരു അടിപ്പ് 2 പീസ് കൂടെ കൂട്ടി അടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ അടിച്ചതിൽ ഒരെണ്ണം ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു സിബിൻ്റെ ഒരറ്റം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മറ്റേ അറ്റത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇതേപോലെ തന്നെ ആ മറ്റേ സിബിൻ്റെ അറ്റം, ആ ഒരു സിബിൻ്റെ അറ്റവും ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ച് കൊടുത്ത് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മളങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു സൈഡും കൂടി ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്തു. കണ്ടില്ലേ, 2 സൈഡും അടിച്ചു. ഇനി ഈ താഴെ വശവും കൂടി ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ താഴെ വശവും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിലൊന്ന് നമുക്ക് മറിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സിബും റെഡി ആയിട്ടുണ്ട്, ബാഗും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം. അപ്പോൾ നമ്മുടെ ബാഗ് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ആ ഒരു ബാഗ് കിട്ടി. ഇങ്ങനെ നമുക്ക് ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സിബും കൂടെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു അറ്റത്തിൽ നിന്ന് നമ്മൾ ക്ലോസ് ചെയ്ത് ഇവിടെ കൊണ്ട് തീർന്നു. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ബാഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ബാഗ് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെയുള്ള ചുരിദാർ മെറ്റീരിയൽസൊക്കെ കളയാതെ നമുക്ക് എങ്ങനെ റീസൈക്കിൾ ചെയ്യാമെന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടണിൽ ഓൾ അമർത്തുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ കിട്ടും, കാണാൻ സാധിക്കും. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.